ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകമെങ്ങുമുള്ള എല്ലാ ഗുഡ്നസ് TV പ്രേക്ഷകർക്കും ഡിവൈൻ വോയിസ് ശുശ്രൂഷയിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആശംസിക്കുന്നു. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള തിരുവചന ഭാഗം വായിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് കടക്കാം. ദൈവമഹത്വത്തിൽ പങ്കുചേരാമെന്ന പ്രത്യാശയിൽ നമുക്ക് അഭിമാനിക്കാം. മാത്രമല്ല, നമ്മുടെ കഷ്ടതകളിലും നാം അഭിമാനിക്കുന്നു. എന്തെന്നാൽ കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും, ആത്മധൈര്യം പ്രത്യാശയും ഉളവാക്കുന്നുവെന്ന് നാം അറിയുന്നു. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയാണ് ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് കടന്നു വരുന്നത്. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ഭാഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, ഈശോ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ സഹനങ്ങളും വേദനകളും ദുഃഖങ്ങളും സങ്കടങ്ങളും കടന്നു വന്നാലും നാം എല്ലാവരും പ്രത്യാശയുള്ളവരായിരിക്കണം. ദൈവത്തിൽ പ്രത്യാശയുള്ളവരായിരിക്കണം. ജീവിതത്തിൽ നിരാശപ്പെട്ട് സഹനങ്ങളിൽ നിന്ന് ഓടിയകലാനുള്ളവരല്ല നമ്മൾ. ഏതൊരു സഹനത്തിൻ്റെയും പിന്നിൽ ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. ദൈവത്തിൽ നമ്മൾ പ്രത്യാശ വെച്ചുകൊണ്ട് ആ സഹനങ്ങളെ അഭിമുഖീകരിക്കുവാൻ തയ്യാറാകുമ്പോൾ, ആ സഹനങ്ങളെ നമ്മൾ സ്വീകരിക്കുമ്പോഴാണ് അതിൽ വിജയം കണ്ടെത്തുവാനും ദൈവത്തിൻ്റെ മഹത്വം നമുക്ക് അനുഭവിക്കുവാനും സാധിക്കുന്നതെന്ന് ഈ തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിവംഗതനായ പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ തൻ്റെ അവസാന നാളുകളിൽ നമ്മെ ഓരോരുത്തരെയും, തിരുസഭാ മക്കളെ, പ്രത്യാശയുടെ മക്കളായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം തൻ്റെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും ദാനമായി നൽകിയ അനുഗ്രഹമാണ് പ്രത്യാശയുടെ മക്കളായിരിക്കുക. ജീവിതത്തിൽ എന്തെല്ലാം വേദനകളും സഹനങ്ങളും ഉള്ളവരായാലും നമ്മൾ നിരാശപ്പെടരുത്. പ്രത്യാശയോടുകൂടി അതിനെ കൈകാര്യം ചെയ്യണം എന്നുള്ള വലിയൊരു സന്ദേശം നൽകിയിട്ടാണ് പരിശുദ്ധ പിതാവ് ഈ ലോകത്തിൽ നിന്ന് യാത്ര പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആ പുസ്തകം വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, എത്രയോ വലിയ കരുതലോടുകൂടിയാണ് ഈ പുസ്തകത്തിൽ നമ്മളെ ഓരോന്നും പഠിപ്പിക്കുകയും ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നത്. ഈശോ തൻ്റെ അവസാന നാളുകളിൽ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞതും ഇതുതന്നെയാണ്: നിങ്ങൾ പ്രത്യാശയുള്ളവരായിരിക്കുക. ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കാൻ സഹായകനായ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങൾക്ക് നൽകുമെന്നാണ് അരുളി ചെയ്തത്. ഇതുപോലെ തന്നെ പരിശുദ്ധ പിതാവും നമുക്ക് നൽകിയ ഏറ്റവും വലിയ സന്ദേശമാണ് പ്രത്യാശയുടെ മക്കളായിരിക്കുക, പ്രത്യാശയുടെ തീർത്ഥാടകരായിരിക്കുക. പ്രത്യാശയിൽ നമ്മൾ ഏത് പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാൻ പഠിക്കുക. അതായിരിക്കണമെന്ന് പാപ്പ നമ്മെ ഓർമ്മപ്പെടുത്താറുണ്ട്. പലപ്പോഴും തൻ്റെ ജീവിതത്തിൽ ഏത് പ്രശ്നങ്ങൾ വന്നാലും പാപ്പയെ ഒരിക്കൽ ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ പാപ്പയോട് ചോദിച്ചത് ഇതുതന്നെയാണ്: ഈ ലോകത്ത് നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അസമാധാനങ്ങളും പാപ്പയുടെ മനസ്സിനെ ബാധിക്കാറുണ്ടോ എന്ന്. അപ്പം പാപ്പ പറഞ്ഞു, എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും എൻ്റെ മനസ്സിൻ്റെ സമാധാനം എനിക്ക് നഷ്ടപ്പെടാറില്ല. കാരണം ഞാൻ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്നു, പ്രാർത്ഥനയിൽ ഞാൻ പ്രത്യാശ വയ്ക്കുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സന്ദേശം നമ്മുടെ ജീവിതത്തിലും അന്വർത്ഥമാകുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. സങ്കീർത്തൻ്റെ പുസ്തകം 71-ാം അധ്യായം 5-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: കർത്താവിലാണ് എൻ്റെ പ്രത്യാശ, ഞാൻ നിരാശപ്പെടില്ല. കർത്താവിലാണ് എൻ്റെ പ്രത്യാശ. ദാവീദ് രാജാവ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാവങ്ങളൊക്കെ ചെയ്ത് ദൈവസ്നേഹത്തിൽ നിന്നൊക്കെ അകന്നു പോയിട്ട് പോലും
തൻ്റെ പാവങ്ങളെക്കുറിച്ചോർത്ത് കണ്ണുനീരൊഴുക്കി അനുതപിച്ച് തിരിച്ചു വന്നുകൊണ്ട് ദൈവം തന്നെ അനുഗ്രഹിക്കും. തൻ്റെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും, തൻ്റെ കുടുംബം നഷ്ടപ്പെട്ടു, രാജ്യം നഷ്ടപ്പെട്ടു, മക്കൾ നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടിട്ടും പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്ന ദാവീദ് രാജാവിനെ കുറിച്ചാണ് സങ്കീർത്തകൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇതുപോലെ നമ്മളും കർത്താവിലാണ് പ്രത്യാശ വയ്ക്കേണ്ടത്. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അഭിമുഖീകരിക്കാൻ പറ്റാത്ത എന്തു വലിയ പ്രശ്നം വന്നാലും ഞാൻ ഉടനെ നിരാശപ്പെട്ട് ദുഃഖിച്ച് തളർന്ന്, എന്നാൽ ഈ പ്രശ്നത്തിൽ നിന്ന് അതിജീവിക്കുവാനായിട്ട് മരണത്തെ അഭിമുഖീകരിക്കുന്ന ഒരുപാട് വ്യക്തികളെ ഇന്ന് നമുക്ക് പത്രമാഗസിനുകളിൽ നോക്കുമ്പോൾ, മാധ്യമങ്ങളിൽ കൂടി നമുക്ക് ഒരുപാട് കാണാനായിട്ട് സാധിക്കും. ചിലപ്പോഴൊക്കെ സങ്കടം വരും. എന്തിനാണ് ഇവർ ഈ ചെറിയ പ്രശ്നങ്ങളിൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അതിനെ അതിജീവിക്കാൻ സാധിക്കാതെ കുഞ്ഞുങ്ങളെയും സ്വയമായും ഒക്കെ നശിപ്പിക്കുന്ന, ജീവിതം നശിപ്പിക്കുന്ന അനേകം വ്യക്തികളെ ഇന്ന് ഓരോ കുടുംബങ്ങളിലും ഓരോ മാസം തന്നെ എത്രയോ കുടുംബങ്ങളാണ് നിരാശയിലും വേദനയിലും പെട്ട് അതിനെ അഭിമുഖീകരിക്കാൻ, പ്രശ്നങ്ങളിൽ നിന്ന് ഓടിയകലാൻ വേണ്ടി ആത്മഹത്യയിലേക്കും കൊലപാതകങ്ങളിലേക്കൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് സംഭവങ്ങൾ നമുക്കിന്ന് കാണാൻ സാധിക്കുന്നുണ്ട് അനുദിന ജീവിതത്തിൽ. ഇങ്ങനെയുള്ള വ്യക്തികളിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവരുടെ ജീവിതത്തിൽ നാണക്കേടും അപമാനങ്ങളും ഭാരങ്ങളും സഹനങ്ങളും കടന്നു വരുമ്പോൾ അവർക്ക് ആ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ സാധിക്കുന്നില്ല. നിരാശ അവരെ അടിമപ്പെടുത്തുന്നു. സഹനങ്ങളിൽ നിന്ന് അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റാതെ വരുമ്പോഴാണ് അവർ തളർന്നു പോകുന്നത്. അതിൻ്റെ കാരണം പ്രാർത്ഥനയുടെ കുറവാണ്, കർത്താവിൽ ആശ്രയിക്കാത്തതിൻ്റെ കുറവാണ്. ഏതു വലിയ പ്രശ്നം വന്നാലും ദൈവം എൻ്റെ കൂടെയുണ്ട്, ദൈവം എൻ്റെ കരം പിടിച്ചിട്ടുണ്ട്, ദൈവം എന്നെ നയിക്കും എന്നുള്ള ഒരു ഉറച്ച ബോധ്യം നമുക്കുണ്ടെങ്കിൽ നമുക്കൊരിക്കലും അസ്വസ്ഥരാകേണ്ട ആവശ്യമില്ല. ദൈവത്തിൻ്റെ കരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുമ്പോൾ നമുക്കതിനെ അതിജീവിക്കാൻ സാധിക്കുമെന്നാണ് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. വീണ്ടും സങ്കീർത്തന പുസ്തകം 43 അധ്യായം 5 വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്: എൻ്റെ ആത്മാവേ, നീ എന്തിന് വിഷാദിക്കുന്നു? നീ എന്തിന് നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നീ ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. നീ എന്തിന് നെടുവീർപ്പിടുന്നു? നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് അസ്വസ്ഥപ്പെടുന്നു എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. അതെ, ഈ ഒരു ചോദ്യം നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങളിലും അസ്വസ്ഥതകളിലും പെട്ട് ഇപ്പോൾ എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ മനസ്സിലേക്ക് ഈ ഒരു ചോദ്യം കൊണ്ടുവരിക: നീ എന്തിന് ആകുലപ്പെടുന്നു? നീ എന്തിന് അസ്വസ്ഥപ്പെടുന്നു? നീ കർത്താവിൽ പ്രത്യാശ വയ്ക്കുക. ഇത് തിരുവചനത്തിൽ കൂടി ഈശോ നമ്മളോട് ഓരോരുത്തരോടും ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് നമ്മൾ സ്വീകരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഉത്തരം നമുക്ക് ഈശോയിൽ നിന്ന് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നീ ഭയപ്പെടേണ്ട. എത്രയോ പ്രാവശ്യമാണ് തിരുവചനത്തിൽ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. വചനം വായിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും 336 പ്രാവശ്യം തിരുവചനത്തിൽ പറയുന്നുണ്ട്: ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട് എന്ന്. ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. ആ ഒരു വചനത്തിൽ നമ്മളൊന്ന് ആശ്രയിച്ചാൽ മാത്രം മതി നമുക്ക് ജീവിതത്തിൽ പ്രതിസന്ധികളെ അതിജീവിക്കുവാൻ. എത്ര വലിയ പ്രശ്നം വന്നാലും ഒരിക്കലും നമ്മൾ ഒരു വ്യക്തിയിലും ആശ്രയം വയ്ക്കരുത്. ഇന്ന് ചിലപ്പോഴൊക്കെ ഞാൻ കർത്താവിൻ്റെ സന്നിധിയിലിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈശോയോട് ചോദിക്കും: എന്തുകൊണ്ടാണ് ഈ വ്യക്തികൾ ഇങ്ങനെ തളർന്നു പോകാൻ കാരണം? ചിലപ്പോൾ ചില സഹോദരിമാർ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ, കൗൺസിലിങ്ങിനൊക്കെ വരുമ്പോൾ പറയാറുണ്ട്: സിസ്റ്ററെ, എൻ്റെ ജീവിത പങ്കാളി എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ മക്കൾ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ മാതാപിതാക്കൾ എന്നെ മനസ്സിലാക്കുന്നില്ല, പിന്നെ ഞാൻ ആർക്കു വേണ്ടി ജീവിക്കണം? ഞാൻ എന്തിനു വേണ്ടി ജീവിക്കണം? ആരും എൻ്റെ കൂടെയില്ല, എന്നെ എല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കുന്നു, എന്നെ എല്ലാവരും വിമർശിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇവിടെയാണ് നമുക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ ഈ ജീവിതം നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവമായ കർത്താവാണെങ്കിൽ
അവിടുന്ന് മാത്രമേ നമ്മളെ യഥാർത്ഥത്തിൽ മനസ്സിലാക്കുവാനും യഥാർത്ഥത്തിൽ നമ്മുടെ ദുഃഖങ്ങളും വേദനകളും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരേ ഒരു വ്യക്തിയെ ഈ ലോകത്തുള്ളൂ. അത് നമ്മുടെ ഈശോ മാത്രമാണ്. നമ്മൾ ഒരിക്കലും ജീവിത പങ്കാളിയിലോ മക്കളിലോ ഭാര്യയിലോ അല്ലെങ്കിൽ ഭർത്താവിലോ മാതാപിതാക്കളിലോ ആശ്രയം വെച്ച് ജീവിക്കരുത്. ചില അമ്മമാർ പറയാറുണ്ട്, സിസ്റ്ററെ, ഭർത്താവ് ഉപേക്ഷിച്ചു, ആ മനുഷ്യനിൽ നിന്നുള്ള ഈ സഹനങ്ങളൊക്കെ ഞാൻ സഹിക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം മക്കളെ ഓർത്തിട്ടാണ് ഞാൻ ജീവിച്ചിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എനിക്ക് അവരോട് പറയാനുള്ള ഒരേ ഒരു ഉത്തരമേ ഉള്ളൂ. ദയവ് ചെയ്ത് നിങ്ങൾ മക്കൾക്ക് വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി, മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ജീവിക്കരുതേ. ജീവിക്കുന്നുവെങ്കിൽ നിങ്ങൾ ദൈവമായ കർത്താവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങ്. ഈശോയ്ക്ക് വേണ്ടി നിങ്ങൾ ജീവിക്ക്. കാരണം ഈ ജീവൻ നൽകിയത് നമ്മുടെ മാതാപിതാക്കളോ നമ്മുടെ മക്കളോ പ്രിയപ്പെട്ടവരോ ആരുമല്ല. നമുക്ക് ഈ ജീവൻ നൽകിയത് ദൈവമാണെങ്കിൽ ഈ ജീവൻ എടുക്കാനുള്ള അവകാശവും ദൈവത്തിന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. അത് ഒരിക്കലും നമ്മുടെ നാശത്തിനല്ല, നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് തിരുവചനത്തിൽ വളരെ വ്യക്തമായിട്ട് ദൈവം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കേണ്ടത് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിക്കുക. നിങ്ങൾ മക്കൾക്ക് വേണ്ടി ജീവിച്ചാൽ തീർച്ചയായിട്ടും മക്കൾ നിങ്ങളെ ഉപേക്ഷിക്കും. നിങ്ങൾ ജീവിത പങ്കാളിക്ക് വേണ്ടി ജീവിച്ചാൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്ര സ്നേഹം കൊടുത്താലും അവർ നിങ്ങളെ ചിലപ്പോൾ മനസ്സിലാക്കാതെ വരും. നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ തിരിച്ചൊരിക്കലും അവരുടെ സ്നേഹം നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങൾ അവരെ മനസ്സിലാക്കുന്നത് പോലെ അവർ നിങ്ങളെ മനസ്സിലാക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തെറ്റുപറ്റുന്നത് നമുക്കാണ്, നമ്മുടെ ചിന്തകൾക്കാണ്, നമ്മുടെ വിചാരങ്ങൾക്കാണ്. ദൈവത്തിന് ഒന്നാം സ്ഥാനം നമ്മൾ കൊടുത്തുകൊണ്ട് ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കാൻ ഓരോ കുടുംബവും ഓരോ വ്യക്തിയും ജീവിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഈ പ്രത്യാശ കൈവരും. ഈ പ്രത്യാശയിൽ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ആരൊക്കെ നമ്മളെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ നമ്മളെ മറന്നാലും, ആരൊക്കെ നമ്മളെ തള്ളിപ്പറഞ്ഞാലും ഈശോ നമ്മുടെ കൂടെയുണ്ട്. ഈശോയിൽ പ്രത്യാശ വയ്ക്കുക. ഈശോയിൽ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും സങ്കടങ്ങളും അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഏത് പ്രതിസന്ധി ഘട്ടങ്ങളെയും എത്ര വലിയ പ്രശ്നങ്ങളെയും അഭിമുഖീകരിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് തരും. ഈ പ്രാർത്ഥന കുറയുമ്പോഴാണ് നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടു പോകുന്നത്. പ്രാർത്ഥന കുറയുമ്പോഴാണ് നമ്മൾ സ്വയം ചെയ്തു പോയ പാവങ്ങളെക്കുറിച്ച് ഓർത്ത് കുറ്റബോധം കൊണ്ടും വേദനകൾ കൊണ്ടും നിറഞ്ഞ് സ്വയം നമ്മൾ നശിക്കുന്നത്, പ്രത്യാശയില്ലാത്തവരായി തീരുന്നത്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധ പിതാവ് നമ്മെ ഓർമ്മിപ്പിച്ചിട്ട് തൻ്റെ അവസാന കാലഘട്ടങ്ങളിൽ തൻ്റെ പുസ്തകത്തിൽ കൂടി നമ്മളെ ഓരോരുത്തരെയും അനുസ്മരിപ്പിക്കുന്നത്. പ്രത്യാശയുള്ള മക്കളായിരിക്കുക, പ്രത്യാശയിൽ ജീവിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക, ദൈവത്തിൻ്റെ സ്നേഹത്തിലും ശക്തിയിലും ആശ്രയിക്കുക. അവിടെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ള കൃപ ദൈവം നമുക്ക് തരും. എല്ലാ വാതിലുകളും നമ്മുടെ മുമ്പിൽ അടയുമ്പോൾ നമുക്ക് മുമ്പിൽ 7 വാതിലുകൾ തുറന്നു തരുന്ന കർത്താവ് നമ്മുടെ കൂടെയുണ്ട് എന്നുള്ള ഒരു വിശ്വാസം നമുക്ക് വേണം. ഇന്ന് എന്തിയെ എല്ലാ മക്കളുടെയും വിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. ദൈവത്തിൽ വിശ്വാസമില്ല. പണ്ട് കാലത്തുണ്ടായിരുന്ന പ്രായം ചെന്ന മാതാപിതാക്കൾക്ക് നമ്മളെക്കാട്ടിലും ഇരട്ടി വിശ്വാസമുണ്ടായിരുന്നു. അവരൊരിക്കലും ആരുടെയും സ്നേഹത്തിനു വേണ്ടി, മക്കളുടെ സ്നേഹത്തിനു വേണ്ടി, ജീവിത പങ്കാളിയുടെ സ്നേഹത്തിനു വേണ്ടി അവരാരും അവരുടെ ജീവിതം അവസാനിപ്പിക്കുവാനായിട്ട് തയ്യാറായില്ല. അവരൊക്കെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് മുറുക്കെ പിടിച്ച് ആ വിശ്വാസത്തിൻ്റെ ശക്തിയിൽ അവർ മുന്നോട്ട് പോയത് കൊണ്ടാണ് ഇന്ന് നമുക്കൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെയൊക്കെ ആ സ്നേഹമൊക്കെ അനുഭവിക്കാൻ സാധിച്ചത്. പക്ഷേ ഇന്ന് ഓരോ ദിവസവും എത്രയോ കുടുംബങ്ങളാണ് നശിച്ചു കൊണ്ടിരിക്കുന്നത്. എത്രയോ മക്കളെയാണ് മാതാപിതാക്കൾ തന്നെ കൊല്ലുന്നത്. എന്തുകൊണ്ടാണ്? അവരുടെയൊക്കെ പ്രത്യാശ എവിടെ? അവരുടെയൊക്കെ വിശ്വാസം എവിടെ? എന്തുകൊണ്ടാണ് ഈ വിശ്വാസവും പ്രത്യാശയൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നത്? ഒറ്റയൊരു ഉത്തരം മാത്രമേ ഉള്ളൂ: പ്രാർത്ഥനയിലും ദൈവത്തിലും ആശ്രയിക്കാതിരിക്കുന്നത് കൊണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 21-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഹാഗർ അബ്രാഹത്തിൻ്റെയും സാറയുടെയും അടുത്ത് നിന്ന്
ഓടി രക്ഷപ്പെടുകയാണ്. അബ്രാഹവും സാറയും ഒരുപാട് സ്നേഹിച്ച് തൻ്റെ ദാസിയിൽ നിന്നൊരു കുഞ്ഞുണ്ടായെന്ന് അറിഞ്ഞപ്പോഴും അവർ ഹാഗറിനെ ഒരുപാട് സ്നേഹിച്ചു. എല്ലാ പരിഗണനയും എല്ലാ സഹായവും ചെയ്തു കൊടുത്തു. എന്നാൽ അവർക്ക് രണ്ടുപേർക്കും സ്വന്തമായിട്ട് ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ ഈ അബ്രാഹവും സാറയും തന്നെ അവരെ ഉപേക്ഷിക്കുകയാണ്. അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ്. ആ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ഹാഗാർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന തുകൽ സഞ്ചിയിലുണ്ടായിരുന്ന വെള്ളവും ഭക്ഷണവും എല്ലാം തീർന്നു. യജമാനൻ കൊടുത്തുവിട്ടതൊക്കെ തീർന്നു കഴിഞ്ഞപ്പോൾ മരുഭൂമിയിൽ കൂടി ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് യാത്ര ചെയ്തപ്പോൾ ദുഃഖവും സങ്കടവും നിരാശയും കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ വേദനിച്ച് തളർന്ന മനസ്സുമായിട്ട് നടന്നപ്പോൾ അവളുടെ കുഞ്ഞ് ഭക്ഷണത്തിന് വേണ്ടി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കരഞ്ഞപ്പോൾ അവള് കിണർ കണ്ടില്ല, വെള്ളം കണ്ടില്ല. അവൾ കണ്ണുനീരോടുകൂടി തൻ്റെ നിലവിളികൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉയർത്തിക്കൊണ്ട് അവൾ കരഞ്ഞ് കുഞ്ഞിനെ ഒരു സ്ഥലത്ത് മാറ്റിക്കിടത്തിയിട്ട് കുഞ്ഞു മരിക്കുന്നത് കാണാൻ സാധിക്കാതെ അവൾ ഒരു കല്ലേറ് ദൂരെ മാറി ഇരുന്ന് കരയുകയാണ്, പൊട്ടിക്കരയുകയാണ്. അവളുടെ കുഞ്ഞ് നിലവിളിച്ച് കരയുന്നുണ്ട്. അത് കേൾക്കാനുള്ള ശക്തിയില്ലാത്തത് കൊണ്ടാണ് അവൾ മാറിയിരിക്കുന്നത്. എന്നാൽ സ്വന്തം പെറ്റമ്മയ്ക്ക് തൻ്റെ കുഞ്ഞിൻ്റെ വേദനയുടെ നിലവിളിയുടെ ശബ്ദം കേൾക്കാൻ അവൾക്ക് സാധിക്കാതെ അവൾ മാറിയിരുന്നപ്പോൾ, എന്നാൽ ആ കുഞ്ഞിന് ജന്മം കൊടുത്ത ദൈവപിതാവിന് ആ കുഞ്ഞിൻ്റെ കരച്ചിൽ കണ്ട് കേട്ടിട്ട് കേൾക്കാതിരിക്കാനായിട്ട് സാധിച്ചില്ല. ഇതാണ് ദൈവപിതാവിൻ്റെ സ്നേഹം. സ്വന്തം മാതാപിതാക്കള് മക്കളുടെ കരച്ചിലും വേദനയും അവരുടെ ദാഹവും മനസ്സിലാക്കാതെ പെരുമാറുമ്പോഴും അവരെ സ്നേഹിക്കുന്ന ദൈവം ഉന്നതത്തിൽ ഇരുന്നു കൊണ്ട് ആ മക്കളുടെ നിലവിളി എവിടെ ഇരുന്ന് അവർ നിലവിളിച്ചാലും കേൾക്കുന്നൊരു ദൈവമുണ്ടെന്ന് നമുക്ക് ഈ ഹാഗാറിൻ്റെ പുസ്തകത്തിൽ നിന്നും ഈ ഹാഗാറിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ദൈവം ഇറങ്ങി വന്ന് ഹാഗാറിനോട് ചോദിക്കുകയാണ്, ഹാഗാർ നീ എവിടെ? നിന്റെ കുഞ്ഞിൻ്റെ നിലവിളിയുടെ സ്വരം എൻ്റെ ചെവികളിൽ കേട്ടിരിക്കുന്നു. നീ ആ കുഞ്ഞിനെ എടുത്ത് അതിന് ഇതാ വെള്ളം കൊടുക്കുക എന്ന്. എന്നാൽ ആ ഒരു സമയം മുഴുവനും അവൾ തൻ്റെ കുഞ്ഞിന് കൊടുക്കാനുള്ള വെള്ളം അന്വേഷിച്ചിട്ട് അവൾക്ക് സങ്കടവും ദേഷ്യവും വെറുപ്പും കുറ്റബോധവും ചെയ്തു പോയ തെറ്റിനെക്കുറിച്ചുള്ള ആകുലതകളും അസ്വസ്ഥതകളും കൊണ്ട് നിരാശകൾ കൊണ്ട് അവൾക്ക് കിണറോ വെള്ളമോ ഒന്നും കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാൽ തൊട്ടടുത്ത് ദൈവം അവളെ വിളിച്ചു കഴിഞ്ഞപ്പോൾ, ദൈവത്തിൻ്റെ സ്വരം അവൾ കേട്ടുകഴിഞ്ഞപ്പോൾ ഹാഗാറിനോട് പറഞ്ഞു, നീ തിരിഞ്ഞു നോക്ക്, ഇതാ അവിടെ അടുത്ത് തന്നെ ഒരു കിണറുണ്ട്, ഒരു വെള്ളമുണ്ട്, നീ അവിടെ നിന്ന് വെള്ളമെടുത്ത് കുഞ്ഞിന് കുടിക്കാൻ കൊടുക്കുക എന്ന്. നോക്കുക, എത്രയോ വലിയ കരുതലാണ് ദൈവത്തിൻ്റെ സ്നേഹം. ഇതാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോൾ നമ്മളെ കൈവെട്ടെന്നിരിക്കാം. നമ്മുടെ സഹോദരങ്ങൾ നമ്മളെ സ്നേഹിക്കുമെന്ന് കരുതുമ്പോൾ അവർ പോലും നമ്മളെ ഉപേക്ഷിച്ചെന്നിരിക്കാം. ജീവിത പങ്കാളി ഒരല്പം സ്നേഹം നൽകുമെന്ന് കരുതി നമ്മൾ ചെല്ലുമ്പോൾ അവർ പോലും നമ്മളെ ഇറക്കി വിട്ടെന്നിരിക്കാം. ഈ ലോകത്ത് ആരുമില്ലാതിരിക്കുമ്പോഴും നമ്മൾ കണ്ണുനീരോടുകൂടി ഒന്ന് ദൈവത്തെ വിളിച്ചാൽ വിളി കേൾക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവമെന്നുള്ള ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ ഇന്നാരും നിരാശയിലേക്കോ കുറ്റബോധത്തിലേക്കോ ആത്മഹത്യയിലേക്കോ പോകുകയില്ല എന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ജെറമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 29 അധ്യായം 11 വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നുണ്ട്, നിങ്ങളെക്കുറിച്ചുള്ള പദ്ധതി എൻ്റെ മനസ്സിലുണ്ട്, നിങ്ങളുടെ നാശത്തിനല്ലാതെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന്. ഈ ഒരു വചനം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏത് സഹനത്തിൻ്റെയും ഏത് വേദനയുടെയും ഏത് കണ്ണുനീരിൻ്റെയും നടുവിൽ ദൈവത്തിൻ്റെ ഒരു കരുതലുണ്ട് എന്ന്, ഒരു സ്നേഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുമ്പോൾ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവിച്ചറിയുവാനായിട്ട് സാധിക്കും. ഞാൻ ഓർക്കുകയാണ്, കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എൻ്റെ അടുക്കൽ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ പറയുകയായിരുന്നു, സിസ്റ്ററെ, എനിക്കിനി ജീവിക്കേണ്ട, എൻ്റെ ജീവിതത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു, ആരും എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ മാതാപിതാക്കളിൽ നിന്ന് എനിക്ക് ഒരു സ്നേഹവും ലഭിച്ചിട്ടില്ല,
വിവാഹം കഴിച്ച് വന്നു കഴിയുമ്പോൾ ഭർത്താവ് എന്നെ സ്നേഹിക്കുമെന്ന് കരുതി ഭർത്താവിൽ നിന്നും എനിക്ക് സ്നേഹവും പരിഗണനയും ഒന്നും കിട്ടിയില്ല. അവരുടെ ഭർത്താവിൻ്റെ മാതാപിതാക്കളിൽ നിന്നും എന്നെ ആരും സ്നേഹിച്ചില്ല. എല്ലാവരും എന്നെ വെറുക്കുന്ന അനുഭവമാണ് എന്ന്. മക്കൾക്ക് വേണ്ടി ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവിടെയും എൻ്റെ ജീവിതത്തിൽ അല്പം ശക്തി കിട്ടിയത് എൻ്റെ മക്കളുടെ മുഖം ഓർത്ത്, അവരെ ഓർത്ത് മാത്രമാണ് ഞാൻ ഇന്ന് പിടിച്ചു നിൽക്കുന്നതെന്ന്. ഞാൻ ആ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ആ മകളോട് ചോദിച്ചു, നിൻ്റെ ജീവിതത്തിൽ കുഞ്ഞിനാളിൽ നിനക്ക് ജന്മം നൽകിയ നിൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള നിൻ്റെ മനോഭാവം എന്താണ് എന്ന്. അപ്പോഴവൾ പറയുകയാണ്, സിസ്റ്ററെ, എൻ്റെ സ്വന്തം മാതാപിതാക്കളാണെന്ന് എനിക്ക് അവരെക്കുറിച്ച് പറയാൻ പോലും പറ്റത്തില്ല. അവരിൽ നിന്ന് ഞാൻ അനുഭവിച്ച സഹനങ്ങൾ, അവരെന്നെ സ്നേഹിച്ചിട്ടില്ല, അവരെന്നെ മനസ്സിലാക്കിയിട്ടില്ല. ഞാൻ ചോദിച്ചു, ഇന്ന് ആ മാതാപിതാക്കളോട് നിനക്ക് സ്നേഹമാണോ വെറുപ്പാണോ എന്ന്. അപ്പോഴവർ പറഞ്ഞു, ഞാൻ ആ മാതാപിതാക്കളോട് ഇന്നേ വരെ മിണ്ടിയിട്ടില്ല, അവരുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ പറഞ്ഞു, ഇവിടെയാണ് നിനക്ക് തെറ്റുപറ്റിയിരിക്കുന്നത്. നിനക്ക് ജന്മം തന്ന് നിന്നെ നൊന്തു പ്രസവിച്ച ആ മാതാപിതാക്കളെ നീ ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും തയ്യാറായെങ്കിൽ മാത്രമേ നിനക്ക് നിൻ്റെ ജീവിത പങ്കാളിയുടെ സ്നേഹം മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. ഞാൻ ചോദിച്ചു, നിൻ്റെ ജീവിത പങ്കാളി നിന്നെ സ്നേഹിക്കുകയും പരിഗണിക്കുകയൊക്കെ ചെയ്യുന്ന ഒരു നല്ല ശാന്തതയുള്ള ഒരു വ്യക്തിയായിട്ടാണല്ലോ ഈശോ കാണിച്ചു തരുന്നതെന്ന്. അപ്പോഴവൾ പറഞ്ഞു, അതൊക്കെ ശരിയാ സിസ്റ്ററെ, സിസ്റ്റർ പറഞ്ഞതൊക്കെ ശരിയാണ്, പിന്നെ എന്താണ് കുഴപ്പം? അപ്പോഴാണ് അവൾ പറയുന്നത്, എനിക്ക് എൻ്റെ ഭർത്താവ് എന്നെ എത്രമാത്രം സ്നേഹിച്ചാലും എനിക്ക് ആ സ്നേഹം അനുഭവിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, അതിൻ്റെ കാരണം ഒന്ന് മാത്രമേ ഉള്ളൂ. നിൻ്റെ നിരാശയും കുറ്റബോധവും എല്ലാം വിട്ടുമാറണമെങ്കിൽ, ജീവിത പങ്കാളിയെയും മക്കളെയും അവൻ്റെ മാതാപിതാക്കളെയും കുഞ്ഞുങ്ങളെയൊക്കെ സ്നേഹിക്കാൻ സാധിക്കണമെങ്കിൽ, നിൻ്റെ കുഞ്ഞുനാളിലെ മുറിവേറ്റ നിൻ്റെ സ്വന്തം മാതാപിതാക്കളോടും ജീവിത സാഹചര്യത്തോടും സഹോദരങ്ങളോടും നീ ക്ഷമിക്കുകയും ക്ഷമ ചോദിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ ഇവിടെ കുടുംബജീവിതത്തിൽ നിനക്ക് അനുഗ്രഹം ലഭിക്കുകയുള്ളൂ, അവരെ സ്നേഹിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. കാരണം ഈ വെറുപ്പ് നിറഞ്ഞ് ആ വെറുപ്പ് വളർന്ന് ആ മകളുടെ ജീവിതം മുഴുവനും പൈശാചികമായി ശക്തിക്ക് അടിമപ്പെട്ട് വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും പകയുടെയും നീരസത്തിൽ കഴിയുന്ന ആ മകൾക്ക് ഒരിക്കലും തൻ്റെ ജീവിത പങ്കാളിയുടെ സ്നേഹം, ഒരിക്കലും തൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം, തൻ്റെ മക്കളുടെ സ്നേഹം അവൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നില്ല. ഇതാണ് ഇന്ന് പല കുടുംബങ്ങളിലും പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ കുടുംബത്തിൽ കുടുംബസമാധാനം അനുഭവിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, നമ്മുടെ സന്യാസ സമൂഹത്തിൽ, നമ്മുടെ പൗരോഹിത്യ ജീവിതത്തിൽ, ഏത് ജീവിതാന്തസ്സിലുള്ളവർക്കായാലും ദൈവത്തിൻ്റെ സ്നേഹം, സഹോദരങ്ങളുടെ സ്നേഹം, ജീവിതത്തിൽ സംതൃപ്തി, സന്തോഷവും പ്രത്യാശയും വിശ്വാസവും നമുക്ക് ലഭിക്കണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഓരോ സഹനത്തിൻ്റെയും വേദനയുടെയും പിന്നിൽ ദൈവത്തിന് നമ്മളെക്കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. അതൊരിക്കലും നമ്മുടെ നാശത്തിനുള്ളതല്ല, നമ്മുടെ ക്ഷേമത്തിനുള്ള പദ്ധതിയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ സഹനങ്ങളെയും വേദനകളെയും നമ്മൾ അതിജീവിക്കാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ സ്നേഹം നമ്മളിൽ നിറഞ്ഞു നിൽക്കുകയും ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി പ്രത്യാശയോടുകൂടി നല്ലൊരു കുടുംബജീവിതം നയിക്കാൻ, നല്ലൊരു സമർപ്പണ ജീവിതം നയിക്കാൻ, നല്ലൊരു പൗരോഹിത്യ ജീവിതം നയിക്കാൻ, നല്ലൊരു വ്യക്തിത്വത്തിന് ഉടമയാകുവാനായിട്ട് നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നമുക്ക് പ്രത്യാശയുള്ളവരായിരിക്കാം, വിശ്വാസമുള്ളവരായിരിക്കാം. നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും വേദനകളെയും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധി അമ്മയുടെ മാധ്യസ്ഥ നമുക്ക് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.